ബഹുമാനപ്പെട്ട അബ്ദുൽ വാഹിദ് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പല പ്രാവശ്യവും അദ്ദേഹം അല്ലാഹു പടച്ചതമ്പുരാന്റെ പരിശുദ്ധ ഹറമിലേക്ക് സിയാറത്തിന് പോയ മഹാപണ്ഡിതനാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഹറമിൽ ഹജ്ജ് നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പോയപ്പോൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന മനസ്സിൽ നിന്ന് ഒരിക്കലും മായ്ക്കാൻ കഴിയാത്ത ഒരു അത്ഭുത സംഭവം, പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ പൊൻതിങ്കൽക്കല ഒരു പ്രകാശം പരത്തി വിശ്വാസികളുടെ മനോമുഖരത്തെ കുളിരണിയിപ്പിച്ചുകൊണ്ട് സ്വലാത്തിന്റെയും മദ്ഹിന്റെയും പ്രവാചക പ്രേമത്തിന്റെയും ഇഷ്കിന്റെയും സാന്ത്വന സ്നേഹതീരത്തിലേക്ക് ആനയിച്ചു കൊണ്ടിരിക്കുമ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ആ സംഭവം പേമാരികൾ കൊണ്ട് തണുത്തുറച്ചിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മനസ്സിലേക്ക് അറിയാതെ മദീനയിലേക്കൊന്ന് പറന്നു പോകാൻ കൊതിക്കുന്ന, അറിയാതെ മദീനയുടെ മണമൊന്ന് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന, അറിയാതെ മദീനയുടെ നായകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം നേരിട്ട് പോയി വാങ്ങണം എന്നറിയാതെ ആശിച്ചു പോകുന്ന ഒരു സംഭവ ബഹുലമായ ചരിത്രമാണ്. അബ്ദുല്ലാഹി ബിൻ സയ്യിദ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു, ഞാൻ പരിശുദ്ധ മക്കത്ത് നോക്കുമ്പോ കൗതുകമുണർത്തുന്ന ഒരു കാഴ്ച കണ്ടു. നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് മാത്രം തന്റെ നാവിൻ തുമ്പിലൂടെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ. ഞാൻ ആ സഹോദരന്റെ പിന്നാലെ നടന്നു. എപ്പോഴൊക്കെയാണ് അയാൾ സ്വലാത്ത് ഒഴിവാക്കുന്നതെന്നറിയാൻ ഞാൻ ആ പ്രിയപ്പെട്ട സഹോദരന്റെ പിന്നാലെ നടന്നു. അബ്ദുല്ലാഹി ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നില്ല, എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. എപ്പോഴും ആ പ്രിയപ്പെട്ട സഹോദരൻ സലാത്തിൽ തന്നെയാ. ഏത് സമയത്തും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തന്റെ നാവിൽ നിന്ന് സ്വലാത്ത് ഒഴിഞ്ഞ സമയമില്ല. ഉറങ്ങാൻ കിടക്കുമ്പോഴും ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഒക്കെ അനാവശ്യമായ വർത്തമാനങ്ങൾ ഒഴിവാക്കിയിട്ട് സലാത്തിന്റെ മധുരമുള്ള ആ വചനങ്ങളെ തന്റെ മനോഹരമായ നാവിൻ തുമ്പിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൊരുത്തം നേടിയിട്ട് ആ പ്രിയപ്പെട്ട സഹോദരൻ ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോ അബ്ദുല്ലാഹി ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ആ പ്രിയപ്പെട്ട സഹോദരനോട് ചോദിച്ചു, ഇത്രത്തോളം ആത്മാർത്ഥതയോടെ ഇത്രയും സമയം ചെലവഴിച്ച് ഒരു സെക്കൻഡ് പോലും പാഴാകാതെ ഇത്ര കാര്യമായി സ്വലാത്ത് ചെല്ലാനുള്ള കാരണമെന്തെന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് ആ പ്രിയപ്പെട്ട സഹോദരൻ കരയാൻ തുടങ്ങി. ആ സഹോദരൻ പറയുന്നു, എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു ഉപ്പയുണ്ടായിരുന്നു എനിക്ക്. ഞാൻ ആദ്യമായിട്ട് പരിശുദ്ധ മക്കത്ത് വരുന്നത് എന്റെ ഉപ്പയോടൊപ്പമാ. ഞാൻ ആദ്യമായി അല്ലാഹുവിന്റെ പരിശുദ്ധ ഹറമിലേക്ക് വരുന്നത് എന്റെ പ്രിയപ്പെട്ട ഉപ്പയോടൊപ്പമായിരുന്നു. ആ പരിശുദ്ധ ഹറമിലേക്ക് എന്റെ പ്രിയപ്പെട്ട ഉപ്പ വരുമ്പോ രോഗം കൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് കലശലായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എങ്കിലും അതെല്ലാം മറന്നിട്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പ അല്ലാഹുവിന്റെ പരിശുദ്ധ ഹറമിൽ സമയം ചെലവഴിച്ചു. വിശ്രമിക്കാൻ വേണ്ടി ഞങ്ങൾ കണ്ടെത്തിയ ഭവനത്തിന്റെ 2 വീടപ്പുറത്ത് ഞാൻ താമസിച്ചു. എന്റെ പ്രിയപ്പെട്ട ഉപ്പ മറുകരയിൽ താമസിച്ചു. കുറെ സമയം കഴിഞ്ഞപ്പോ 1-2 സുഹൃത്തുക്കൾ വന്ന് എന്നോട് പറഞ്ഞു, നിന്റെ പ്രിയപ്പെട്ട ഉപ്പ മരണപ്പെട്ടിരിക്കുകയാ. എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധ ഹറമിലേക്ക് വന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പ മരണപ്പെട്ടു പോയി എന്ന വാർത്ത കേട്ടപ്പോ എന്റെ മനസ്സ് തകർന്നുപോയി. അതിനേക്കാൾ എന്നെ വേദനിപ്പിച്ചത് വേറൊന്നുമല്ല. ആ വന്ന സഹോദരങ്ങൾ പറഞ്ഞു, സാധാരണ ഒരു മനുഷ്യൻ മരിക്കുന്ന പോലെയല്ല നിന്റെ പ്രിയപ്പെട്ട ഉപ്പ മരിച്ചിട്ട് നമുക്ക് മുഖത്തേക്ക് നോക്കാൻ തന്നെ പേടിയാവുകയാ. നിന്റെ ഉപ്പയുടെ മുഖമാകെ മാറിയിട്ടുണ്ട്. നിന്റെ ഉപ്പയുടെ മുഖത്തിന്റെ രൂപഭാവങ്ങൾക്ക് വല്ലാത്ത വ്യത്യാസം വന്നിട്ടുണ്ട്. എന്താണെന്ന് ചോദിക്കുമ്പോ കറുത്ത് കരിവാളിച്ചുകൊണ്ട് വല്ലാതെ ഇരുണ്ട് കിടക്കുന്ന മുഖമാണ് നിന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ആ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്നു, ഞാൻ പേടിച്ചു പോയി തങ്ങളെ. എന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ മുഖം വല്ലാതെ പ്രകാശമുള്ളതാ. വെളുത്തു തുടുത്ത സുന്ദര മുഖമായിരുന്നു എന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ മരണപ്പെട്ടു പോയപ്പോ എന്റെ പ്രിയപ്പെട്ട വാപ്പയുടെ മുഖം കറുത്തുപോയി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനം കിട്ടിയില്ല. ഞാനോടി എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ അരികിലേക്ക് ഞാനോടി. മരണപ്പെട്ട് കിടക്കുന്ന വാപ്പയുടെ മുഖം വെള്ള വസ്ത്രം കൊണ്ട് മൂടിയിട്ടിരിക്കുന്നു. ഞാൻ ചെന്നിട്ട് എന്റെ പ്രിയപ്പെട്ട വാപ്പയുടെ മുഖത്തേക്ക് മൂടിയിരിക്കുന്ന വെള്ള വസ്ത്രത്തിന്റെ ഒരൽപ്പം ഇങ്ങോട്ട് മാറ്റിയപ്പോ എന്റെ പ്രിയപ്പെട്ട തങ്ങളെ ഞാൻ ഭയന്നുപോയി, അത്ഭുതപ്പെട്ടു പോയി, ഞാൻ വെട്ടിത്തെറിച്ചു പോയി. കാരണം എന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ മുഖം കറുത്ത് കരിവാളിച്ചിരിക്കുകയാ. ഞാൻ വല്ലാതെ ഭയന്ന് ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. എന്റെ കാലുകൾ വിറച്ചു, എന്റെ ശരീരം തളരുന്നത് പോലെ തോന്നി. എന്റെ ഉപ്പ
ഉപ്പയുടെ മയ്യത്തിന്റെ അരികിൽ ഇരുന്ന് കരഞ്ഞ് 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 അറിയാതെ വേദന കൊണ്ട് വിഷമം കൊണ്ട് ഞാൻ അല്പം ഒന്ന് മയങ്ങിപ്പോയപ്പോ സുബ്ഹാനല്ലാഹ്, എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഏറ്റവും നല്ല സൗന്ദര്യമുള്ള ഒരു മുഖം ആ സ്വപ്നത്തിലൂടെ എനിക്ക് കാണാൻ കഴിഞ്ഞു. പ്രകാശത്തിന്റെ പ്രഭ പരത്തിയിട്ട് മദീനയുടെ നായകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ മുമ്പിലേക്ക് വരികയാ. ഞാൻ നോക്കുമ്പോ എന്റെ വാപ്പാടെ മയ്യത്ത് ഒരു ഭാഗത്ത് കിടക്കുന്നു. വാപ്പയുടെ മയ്യത്തിന്റെ 4 ഭാഗത്തും ചുറ്റുഭാഗത്തും 4 ഭീമാകാരമായ രൂപങ്ങൾ, ഇരുമ്പിന്റെ ദണ്ടുകൾ കൊണ്ട് തീപാറുന്ന കണ്ണുകളും രാക്ഷസന്റെ നാവുകളുമായി എന്റെ പ്രിയപ്പെട്ട വാപ്പയെ ഉപദ്രവിക്കാൻ വേണ്ടി നിൽക്കുകയാ. മരിച്ചുപോയ പ്രിയപ്പെട്ട വാപ്പയുടെ ശരീരത്തിലേക്ക് ഉപദ്രവിക്കാൻ പോകുമ്പോ ഈ കടന്നു വന്ന പ്രവാചകരാ 4 പ്രിയപ്പെട്ടവരെയും തടഞ്ഞു നിർത്തുകയാ. എന്നിട്ട് പറഞ്ഞു, ഒരിക്കലും നിങ്ങൾക്ക് ഈ പ്രിയപ്പെട്ടവരെ ഉപദ്രവിക്കാൻ കഴിയില്ല, ഒരിക്കലും നിങ്ങൾക്ക് ഈ പ്രിയപ്പെട്ട പിതാവിനെ ഇനി ആക്രമിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭ റസൂലിന്റെ മനോഹരമായ വലത്തെ കൈകൊണ്ട് എന്റെ ഉപ്പയുടെ കറുത്ത് കരിവാളിച്ചു പോലെ ഇരുണ്ടു വീണുപോയ എന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ നെറ്റി മുതൽ താഴ്ഭാഗം വരെ ഒന്ന് തടവിയപ്പോ ആ സഹോദരൻ പറയുന്നു, സുബ്ഹാനല്ലാഹ്, എന്റെ ഉപ്പയുടെ മുഖത്തെ കറുപ്പ് മാറി, എന്റെ ഉപ്പയുടെ മുഖത്തെ ഇരുള് മാറി, എന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ മുഖം പിന്നെ പ്രകാശിക്കാൻ തുടങ്ങി. ഞാൻ വളരെ സന്തോഷവാനായി. അല്ലാഹുവിന്റെ റസൂലേ, ആ സ്വപ്നത്തിലൂടെ ഞാൻ ചോദിച്ചു, മുത്ത റസൂലേ, എന്തിനാണ് എന്റെ പ്രിയപ്പെട്ട വാപ്പയെ നിങ്ങൾ ഇങ്ങനെ പരിശുദ്ധമായ മുഖത്തിന്റെ ഉടമയാക്കിയെന്ന് ചോദിക്കുമ്പോ ആരംഭ റസൂൽ ആ പ്രിയപ്പെട്ട പൊന്നുമോനോട് പറഞ്ഞു കൊടുത്തു അത്രേ, നിന്റെ വാപ്പ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയവനാ, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയവരാ. അതിന്റെ ഒരു വലിയ കറുപ്പ് നിന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ മുഖത്തേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുക്കുകയും ചെയ്തു. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ ആ പ്രിയപ്പെട്ട പൊന്നുമോനോട് പറയുന്നു, പക്ഷേ എന്റെ പൊന്നുമോനെ, നിന്റെ പ്രിയപ്പെട്ട വാപ്പ ചൊല്ലിയിരുന്ന സലാത്തിന്റെ, നിന്റെ പ്രിയപ്പെട്ട വാപ്പ ചൊല്ലിയിരുന്ന കാണിച്ചിരുന്ന ആർദ്രതയുടെ, ബഹുമാനത്തിന്റെ, ആദരവിന്റെ പ്രതീകമായിട്ട് എനിക്ക് ആ പ്രിയപ്പെട്ട പിതാവിന്റെ മയ്യത്ത് കറുത്ത് കരിവാളിച്ച രീതിയിൽ പള്ളിപ്പറമ്പിന്റെ മണ്ണറയിലേക്ക് കൊണ്ടുവെക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ പ്രിയപ്പെട്ട പിതാവിന്റെ മുഖം എന്റെ പരിശുദ്ധമായ കരങ്ങൾ കൊണ്ട് തടവിയതെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രിയപ്പെട്ട പൊന്നുമോനോട് പറയുമ്പോ ഉറക്കത്തിൽ നിന്നുണർന്നുപോയ പൊന്നുമോനോടി മരിച്ചു കിടക്കുന്ന പ്രിയപ്പെട്ട പിതാവിന്റെ മുഖത്ത് മറയിട്ടിരിക്കുന്ന വെള്ളത്തുണി അങ്ങോട്ട് മാറ്റുകയാ. ആ വെള്ളത്തുണി അങ്ങോട്ട് മാറ്റി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ മുഖം തല്ലാതെ പ്രകാശത്തിന്റെ ഏറ്റവും വലിയ പ്രഭ പരത്തിയിട്ട് പുഞ്ചിരിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ കിടക്കുന്ന കണ്ടപ്പോ ആ പ്രിയപ്പെട്ട മകൻ പറയുന്നു, തങ്ങളെ, അന്ന് മുതൽ എന്റെ ഒരു സെക്കൻഡ് പോലും ഞാൻ പാഴാക്കിയിട്ടില്ല. കറുപ്പ് കരുവാളിച്ച ഇരുട്ടറയിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ മുഖത്ത് പ്രകാശം കൊണ്ടുവന്നത് മദീനയുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ വലതുകരമാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുത്തു റസൂലിന് സലാത്ത് ചെല്ലാത്ത, എന്റെ പ്രിയപ്പെട്ട മുത്തു ഹബീബിന്റെ മദ്ഹ് പറയാത്ത, എന്റെ പ്രിയപ്പെട്ട റസൂലിന് വേണ്ടി സലാത്തിന് വേണ്ടി സമയം ചെലവഴിക്കാത്ത ഒരു സെക്കൻഡ് പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ച് അന്നാണ് ഞാൻ എന്റെ മുത്തു ഹബീബിനോടുള്ള പ്രേമത്തിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞതെന്ന് പറഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട സഹോദരൻ അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിന് മറുപടി കൊടുക്കുമ്പോ കൊണ്ടൂർക്കരയിൽ ഹുബ്ബുർ റസൂൽ എന്ന ശീർഷകത്തിന് താഴെ കോരിച്ചെറിയുന്ന പേമാരികൾക്കൊടുവിൽ ഓടിയെത്തിയ വളരെ കുറഞ്ഞ സദസ്സിന് മുന്നിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഗൗരവത്തോടുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാ. നിങ്ങളുടെ മനസ്സിൽ പേമാരി തളർത്തിക്കളഞ്ഞ, പേമാരി തോൽപ്പിച്ചു കളഞ്ഞ ഒരു ചെറിയ സദസ്സായിരിക്കാം ഇതെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വന്നിരിക്കുന്ന മഴത്തുള്ളുകളെ ചവിട്ടിത്തെറിപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്ന നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാ. കാരണം ഈ വർഷത്തെ പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ പൊൻതിങ്കൽക്കലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹും പ്രകീർത്തനങ്ങളും സ്വലാത്തും ഇട്ടുകൊണ്ട് മദീനയുടെ മനസാക്ഷിയുടെ ഏറ്റവും വലിയ നെഞ്ചിടിപ്പ് തിരിച്ചറിഞ്ഞിട്ട് മദീനയുടെ ഓരോ മഴത്തെരികളുടെയും കഥകളും ചരിത്രങ്ങളും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുമ്പോൾ അതിലൊന്ന് പങ്കാകാനുള്ള ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അതിൽ പരം മറ്റൊരു സൗഭാഗ്യം നമുക്ക് നേടിയെടുക്കാനില്ല. അതുകൊണ്ട് തന്നെ ഈ സരസിൽ നിന്ന് ഇന്നൊന്നാമത്തെ ദിവസം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മഹാനായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയുടെ ചിറകിലേറിയിട്ട് മദീന എന്ന സൗന്ദര്യഗേഹത്തിലേക്ക് പറന്നുയർന്നു പോകുമ്പോ ഈ സരസിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറഞ്ഞും പറയാറ് എത്ര സ്വലാത്ത് ഈ മഹനീയമായ മജ്ലിസിൽ നിന്നുകൊണ്ട് നിക്കുടി വിടാൻ കഴിയുമെന്ന് തീരുമാനിച്ചിട്ട് സ്വന്തം മയ്യത്തിന്റെ മുഖം തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. മൂടിക്കിടത്തിയിരിക്കുന്ന മയ്യത്തിന്റെ മുഖത്ത് നിങ്ങളുടെ പരിശുദ്ധമായ ഈ മുഖത്തിന്റെ പവിത്രത എത്ര ഉണ്ടാകുമെന്ന് സ്വാഭാവികമായും നിങ്ങൾ ചിന്തിക്കുക. ആ മുഖത്തിന്റെ പ്രസന്നതയ്ക്ക് വേണ്ടി സ്വലാത്തിലൂടെ, പ്രവാചക പ്രേമത്തിലൂടെ ഒരു അനുരാഗത്തിന്റെ പാൽക്കടൽ തീർക്കാൻ എന്റെ പ്രിയപ്പെട്ട പട്ടാമ്പിയിലെ കൊണ്ടൂർക്കരയിലെ സഹോദരങ്ങൾ മനസ്സ് വെക്കുക. എന്നാ ഞാനിത് പറയുമ്പോ ഒരു വിഭാഗം ജനങ്ങൾ വളരെ തമാശയോടെ ഏറ്റവും വലിയ ലാഘവത്തോടു കൂടി പറയുന്നവരുണ്ട്, അള്ളാഹുവിന്റെ പരിശുദ്ധ
മക്കത്തേക്ക് പോയവരെ കളിയാക്കിയിട്ട് അവർ ചോദിക്കും, നിങ്ങൾ മദീനത്ത് പോയി വന്നവരാണോ? നിങ്ങൾ മക്കത്തേക്ക് വേണ്ടി ഹജ്ജിന് വേണ്ടി പണമടച്ചിട്ട് നിങ്ങൾ എന്തിനാ മദീനത്ത് പോയത്? ഹജ്ജിന് വേണ്ടി ഉംറ ചെയ്യേണ്ടത് മദീന മക്കത്താണ്, തവാഫ് ചെയ്യേണ്ടത് മക്കത്താണ്, സഈ ചെയ്യേണ്ടത് മക്കത്താണ്, ഹജറുൽ അസ്വദ് മുത്തേണ്ടത് മക്കത്താണ്, സഫാ മർവ മക്കത്താണ്, സംസം മക്കത്താണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ മദീനത്തേക്ക് പോയത്? അത് നിങ്ങളെ കുറെ വയറ് വളർത്തുന്ന തലയിൽ കെട്ടുകാർ പറഞ്ഞു പഠിപ്പിച്ചു വെച്ച ഏറ്റവും വലിയ മണ്ടത്തരമാണെന്ന് പറഞ്ഞ് ആ പ്രിയപ്പെട്ടവരെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോ എന്റെ മുമ്പിൽ ഇരിക്കുന്ന എത്രയോ സഹോദരങ്ങൾ ഇതിനകം തന്നെ പറഞ്ഞിട്ടുണ്ടാകും, എന്ത് ഹുബ്ബ് റസൂല്, കൊണ്ടൂർക്കരയിലെ പ്രിയപ്പെട്ടവർക്ക് എന്ത് ഹുബ്ബ് റസൂല്, എന്ത് സ്വലാത്ത്, എന്ത് മദീന, എന്ത് റസൂൽ എന്ന് പറഞ്ഞ് കളിയാക്കി കുറ്റപ്പെടുത്തി പരിഹരിച്ചു മാറ്റിവെക്കുമ്പോ ആ സഹോദരങ്ങളുടെ മനോമുഖരത്തിലേക്ക് ഏറ്റവും വലിയ ഗൗരവമുള്ള ഒരു ഹദീസിന് ആമുഖമായി സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാ. ഓർക്കണമെന്ന് പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തെ, മദീന വേണ്ടാന്ന് പറയുന്നവരെ മദീന വിളിക്കുന്നില്ല, സ്വലാത്ത് വേണ്ടാന്ന് പറയുന്നവരെ സ്വലാത്ത് വിളിക്കുന്നില്ല, അള്ളാന്റെ റസൂലിനെ വേണ്ടാന്ന് പറയുന്നവർ ആരംഭ റസൂലും ആടി വിളിക്കുന്നില്ല. മദീനയുടെ മണ്ണിൽ ഞാൻ ചവിട്ടില്ല എന്ന് തീരുമാനിക്കുന്ന ഏറ്റവും വലിയ പുത്തൻ ആശയങ്ങളുടെ ആചാരങ്ങളുടെ പ്രചാരകരായി മാറിയ ഈ കാലഘട്ടത്തിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ്, മദീനയുടെ മണ്ണിൽ ഞാൻ ചവിട്ടില്ല, മദീനക്കകത്ത് ഞാൻ കിടക്കില്ല. എല്ലാവരും ചൊല്ലുന്ന പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സലാത്ത് ഞാൻ വിടൂല എന്ന് പറയുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളോട് പറഞ്ഞിരുന്നെന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് നിങ്ങളോട് ഗൗരവത്തോടെ പറഞ്ഞിരുന്നെന്നറിയുമോ? അൽ മദീനത്തു ഖൈറുൽ ലഹും ലൗ കാനൂ യഅലമൂൻ. നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ മദീനയെ പോലെ ഖൈറാണ് മറ്റൊന്നില്ലെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ. നിങ്ങൾ അറിവുള്ളവരാണോ? നിങ്ങൾ ബോധമുള്ളവരാണോ? നിങ്ങൾ അറിവുള്ളവരാണോ? നിങ്ങൾ കഴിവുള്ളവരാണോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന മദീനയാണ് നിങ്ങൾക്ക് ഏറ്റവും ഖൈർ. ലാ യദൂഹാ അഹദുൻ റഗവതൻ ഇല്ലാ അബ്ദലല്ലാഹു ഫീഹാ മൻ ഹുവ ഖൈറുൻ മിൻഹു. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, നിങ്ങൾ ആരാണ് മദീനത്ത് വരില്ല എന്ന് പറയുന്നത്? മദീന എനിക്ക് കാണണ്ട, റസൂലുള്ളാഹിയുടെ പച്ചക്കുപ്പ എനിക്ക് കാണണ്ട, ആ മദീനയുടെ മണ്ണിൽ ഞാൻ കാലെടുത്ത് വെക്കൂല, ഞാൻ സ്വലാത്ത് ചൊല്ലൂല എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു പോകുന്നവരോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന, അറിവുള്ളവരാണെങ്കിലും മദീനയേക്കാൾ ഖൈറുള്ള ഒരു വസ്തു ഈ ദുനിയാവിന്റെ തൊലിക്കവരത്ത് നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ലാ യദഉഹാ അഹദുൻ റഗ്ബതൻ. ആരെങ്കിലും ഒരാൾ ആ മദീനയെ വെടിയാൻ തീരുമാനിച്ചാൽ, എനിക്ക് മദീന വേണ്ട, എനിക്ക് മക്ക മാത്രം മതി, ഡയറക്റ്റ് അല്ലാഹു ജല്ല ജലാലിന്റെ പ്രകാശത്തിലൂടെ പരലോകത്ത് വിജയം നേടുമെന്ന് പറയുന്ന വടയന്മാരുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുക, ഇല്ല അബ്ദലല്ലാഹു ഫീഹാ. അല്ലാഹു നിങ്ങൾക്ക് പകരം മദീനത്ത് വേറൊരാളെ കൊണ്ടുവരികയാ, നിങ്ങൾക്ക് പകരം വേറൊരാളെ കൊണ്ട് സലാത്ത് ചൊല്ലിപ്പിക്കുകയാ, നിങ്ങൾക്ക് പകരം വേറൊരാളെ കൊണ്ട് സിയാറത്ത് ചെയ്യിപ്പിക്കുകയാ, നിങ്ങൾക്ക് പകരം വേറൊരാളെ കൊണ്ട് റൗളാ ശരീഫിന്റെ കവാടത്തിന്റെ മുമ്പിൽ അല്ലാഹു കൊണ്ടുനിർത്തുകയാണെന്ന് മുത്ത് റസൂൽ പറയുകയാ. ആ കൊണ്ടുവരുന്നവരാരാ? മൻ ഹുവ ഖൈറുൻ മിൻഹു. വരില്ല എന്ന് പറയുന്നവരെക്കാൾ ഉത്തമരായവരെ കൊണ്ട് ഞാൻ മദീന നിറയ്ക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുത്ത് നബി തങ്ങളോട് പറയുകയാ. സന്തോഷിച്ചു കൊള്ളുക എന്റെ കൊണ്ടൂർക്കരയിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. റബീഉൽ അവ്വലായോ എന്ന് ചോദിച്ചിട്ട് വീടിന്റെ അലമാരയുടെ മുകൾ ഭാഗത്തിരിക്കുന്ന മൗലിദ് കിതാബിന്റെ ഏടെടുത്ത് വെച്ചിട്ട് സ്വലാത്ത് തുടങ്ങി എന്റെ കൊണ്ടൂർക്കരയിലെ ഉമ്മ ആ മനോഹരമായ പ്രവാചക പ്രകീർത്തനത്തിന്റെ അലതല്ലുന്ന അലമാലകള് വീടിന്റെ കത്തളത്തിലേക്ക് ആസ്വാദനത്തോടെ കൊണ്ടുവരാൻ ആഗ്രഹിച്ച എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? ഞാൻ മദീനയിലേക്ക് വരൂല, ഞാൻ സലാത്ത് ചൊല്ലൂല എന്ന് പറയുന്നവരെക്കാൾ നല്ലവരെ കൊണ്ടത് ചെയ്യാൻ ഞാൻ തീരുമാനമെടുക്കുമെന്ന് പറയുമ്പോ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നവരില് ഏറ്റവും നല്ല വ്യക്തികൾ സലാത്ത് ചൊല്ലുന്നവരാ, ഏറ്റവും നല്ല വ്യക്തികൾ മദീനത്ത് പോകുന്നവരാ, ഏറ്റവും നല്ല വ്യക്തികൾ റൗളാ ശരീഫിന്റെ മുറ്റത്തേക്ക് ചെല്ലുന്നവരാ. എന്തുകൊണ്ടെന്നറിയോ? മദീന എന്ന് പറയുമ്പോ കരയാതിരിക്കാൻ കഴിയില്ല, മദീന എന്ന് പറയുമ്പോ കണ്ണു നിറയാതിരിക്കാൻ കഴിയില്ല. മദീനയുടെ മണ്ണിലേക്ക് ചവിട്ടാൻ പോകുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തിനോട് പറയുകയാ, സെൽഫി എടുക്കാനല്ല, വീഡിയോ പിടിക്കാനല്ല, പാട്ട് റെക്കോർഡിംഗ് ചെയ്യാനല്ല, മദീനയുടെ ചുറ്റുവട്ടത്തോടെ നടന്നു പോകുമ്പോ ഓർക്കാനുള്ള 100,000 കഥകളാണ് എന്റെ പ്രിയപ്പെട്ടവരെ. 2 ദിവസം കൊണ്ട് വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിൽ മദീനയുടെ സുഗന്ധം പരത്തിയിട്ട് പറയാൻ
പോകുന്നത്. പേമാരി കൂട്ടങ്ങൾ പെയ്തിറങ്ങുമ്പോ തലയിൽ തൊപ്പിയിട്ടുകൊണ്ട് പൊട്ടിക്കരന്ന എന്റെ കൊണ്ടൂർ കരയിലെ ചെറുപ്പക്കാരോ, അരമണിക്കൂറെങ്കിലും അല്ലാഹുവേ ഉസ്താദിന് ഈ വെള്ളക്കെട്ട് നിറഞ്ഞു കിടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് ആഹാരം റസൂലിന്റെ മധുഹെന്ന് കേട്ടിരുന്നെങ്കിലോ ഇവിടെ കസേര പറക്കാ വീർപ്പൊഴുക്കിയതിന് പകരമാകുമല്ലോ, ഇവിടെ ഓടി നടന്നതിന് പകരമാകുമല്ലോ. മദീനയുടെ നായകനെ കാണാൻ മനസ്സുകൊണ്ട് കാണാൻ കുറിച്ചുകൊണ്ട് ചൊല്ലിയോ കോടിക്കണക്കിന് സ്വലാത്തിന്റെ പ്രതിഫലമാകുമല്ലോ എന്ന് ചിന്തിച്ച എന്റെ രോമാഞ്ചം തരുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ തളരേണ്ടത് പേമാരിയിലല്ല, നീ തളരേണ്ടത് അല്ലാഹുവിന്റെ റസൂല് പിണങ്ങുമ്പോഴാണ്. നീ തളരേണ്ടത് ജനങ്ങളെ കല്ലെറിയുമ്പോഴല്ല, ജനങ്ങളെ കുറ്റപ്പെടുത്തുമ്പോഴല്ല, മദീന നിന്നെ വേണ്ടാന്ന് പറയുമ്പോഴാണ്. പൊന്നുമോനെ നീ തളരേണ്ടത്. കാരണം എന്തേ? മദീനക്ക് പറയാനുള്ളത് കണ്ണീരിന്റെ കഥകളാ. മദീനയുടെ ആദ്യകാലത്തെ ചരിത്രം പറയുന്നവർ മദീന എന്ന് പേര് പറയുമ്പോ കരയാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾക്കറിയോ, പിറന്ന നാടാകുന്ന മക്കത്തിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂല് മദീനത്തേക്ക് പോയ രംഗത്തെ കുറിച്ചറിയോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മനാടിനോട് പൊട്ടിക്കരന്നുകൊണ്ട് തലേരാത്രിയിൽ ആരംഭ റസൂല് പറഞ്ഞതാ, ഞാൻ പോവുകയാണ്. എന്റെ കഅബയെ, എന്റെ മക്കയെ, എന്റെ പർവ്വതങ്ങളെ, എന്റെ കണ്ണീര് വീണ സ്ഥലങ്ങളെ, ഞാൻ ഓടി നടന്ന സ്ഥലങ്ങളെ, ഞാൻ രഹസ്യമാരി പർവ്വതത്തിന്റെ ചോട്ടിൽ വന്ന് ഇബാദത്ത് ചെയ്ത മലനിരകളെ, മണൽപ്പരികളെ, മാമരങ്ങളെ, മറുമരങ്ങളെ, മരച്ചില്ലകളെ, ഞാൻ പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂല് മക്കയോട് സലാം പറഞ്ഞിട്ട് മദീനത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒരുപാട് സഹാബികളും മദീനത്തേക്ക് പോയി. അവസാനം അല്ലാഹുവിന്റെ റസൂലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മാത്രമാണ് പോകുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോകുന്ന വഴിയിൽ ഇന്ന് നബിദിനത്തിന്റെ ഘോഷയാത്ര പോകുമ്പോ വഴിയിൽ മിഠായിയും ഭക്ഷണവും പായസവും പഞ്ചസാരവും ഒക്കെ കൊടുക്കുന്ന പോലെ ആയിരക്കണക്കിന് ആളുകൾ നിരന്നു നിന്നില്ല പ്രിയപ്പെട്ടവരെ. പർവ്വതങ്ങളാണ്, വനാന്തരങ്ങളാണ്, വന്യജീവികളാണ്. പുറകിലാണെങ്കിലോ അല്ലാഹുവിന്റെ റസൂലിന്റെ തല വെട്ടിക്കൊണ്ടുവന്നാല് 100 ഒട്ടകം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഭ്രാന്ത് പിടിച്ചവരെ പോലെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഊരിപ്പിടിച്ച വാളുമായിട്ട് ഓടി നടക്കുകയാണ്. എവിടെ മുഹമ്മദ്, എവിടെ എവിടെ മുഹമ്മദ്, എവിടെ? മക്കത്തിരുന്ന മദീനത്തിലേക്ക് പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും മുഹമ്മദ് നബിയെ കണ്ടാൽ ആ മുഹമ്മദിന്റെ തലവെട്ടിയെടുത്ത് മക്കാ രാജ്യത്തിന്റെ ശത്രുക്കളുടെ സമക്ഷം കൊണ്ട് സമർപ്പിക്കുമ്പോ അതിന് കിട്ടുന്ന ഒട്ടകങ്ങൾ പ്രതിഫലം വാങ്ങാൻ കാത്തിരിക്കുന്ന ആഭാസന്മാര് വാളുമായി പരക്കം പായുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗുഹാന്തരങ്ങളുടെ ഉള്ളറയിലൂടെ, പർവ്വത നിരങ്ങളിലൂടെ, മലന്തരവുകളിലൂടെ, മാമരങ്ങളിലൂടെ, മരച്ചില്ലകൾക്കിടയിലൂടെ, മരക്കുറ്റികൾക്കിടയിലൂടെ അല്ലാഹുവിന്റെ റസൂൽ തളർന്നും തളരാതെയും നടക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് സഹിക്കുന്നില്ല, അങ്ങനെ നടക്കുന്ന കാണുമ്പോ സഹിക്കുന്നില്ല, അങ്ങയുടെ വിരൽ തുമ്പുകൾ കല്ലിൽ പതിയുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഖൽബിലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്ത് റസൂലിനെ വെച്ചിരിക്കുന്നത് കിതാബിലല്ല, ആരംഭ റസൂലിനെ വെച്ചിരിക്കുന്നത് ചുവരിലെ മദീനയുടെ ഫോട്ടോയിലല്ല, അല്ലാഹുവിന്റെ റസൂലിനെ വെച്ചിരിക്കുന്നത് ഹൃദയത്തിലാണ്. യാ റസൂലല്ലാഹ്, ഞാനൊന്ന് എടുക്കട്ടെയോ റസൂലേ? ഞാൻ എടുത്തുകൊണ്ട് പോകാം നബിയേ, ഞാൻ എടുത്തുകൊണ്ട് പോകാം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂബക്കറേ, വെള്ളം കുടിച്ചിട്ട് എത്ര ദിവസമായി? കാരക്ക പിടിച്ചിട്ട് എത്ര ദിവസമായി? തളർന്നു നടക്കുന്ന നീ എങ്ങനെയാണ് എന്റെ ശരീരത്തെ എടുക്കുന്നതെന്ന് ചോദിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, ഒരു നുള്ളു ഭക്ഷണം കഴിക്കാറ് എന്റെ വയറ് മണ്ണിനോട് ഒട്ടിപ്പോയാൽ മുത്ത് നബിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഒരു പടക്കുതിരയെ പോലെ ചാടിയെടുക്കാൻ ഈ അബൂബക്കറിന്റെ നബിയേ എന്ന് പറഞ്ഞിട്ട് മലംതെരുവിന്റെ ഉള്ളിൽ പൊട്ടിക്കരഞ്ഞു പോയ ആ രഹസ്യ നിമിഷങ്ങളെ അറിയാതെ ആരാണ് മദീനത്ത് പോവുക? ആ രഹസ്യ നിമിഷങ്ങളെ മനസ്സിലാക്കാറ് ആരാണ് പ്രിയപ്പെട്ടവരെ? മുത്തുനിബിതങ്ങൾക്ക് ഈ പരിശുദ്ധ റബീഉൽ അവ്വൽ സലാത്ത് കൊടുക്കുക. മറക്കണ്ട പ്രിയപ്പെട്ടവരെ, ഉയരട്ടെ. കുറച്ച് സമയത്തേക്ക് 3 മണി മുതൽ പേമാരി തകർത്ത് നിമിർത്തതിന് സ്വലാത്തിന്റെ പവർ കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാറ്റിവെച്ചു പോരെങ്കിൽ ഒരു പ്രിയപ്പെട്ട തെറ്റ് ചെയ്തതോടെ മനുഷ്യന്റെ മുഖം സ്വലാത്ത് കൊണ്ട് പ്രകാശത്തിന്റെ പ്രഭാദൂരമായി പോയെങ്കിൽ അല്ലാഹുവേ, ഒന്നും കഴിവില്ലാത്തതിന്റെ അടിമകൾ ഏറ്റവും പാവപ്പെട്ടവർ ആ യാത്ര പറന്നുകൊണ്ടിരാ ാണ്. ആവേശത്തോടെ, റാഹത്തോടെ, ആനന്ദത്തോടെ, ആഹ്ലാദത്തോടെ, സന്തോഷത്തോടെ, ഈമാനോടെ, ഇസ്സത്തോടെ, നല്ല റാഹത്തോടെ ചൊല്ലിക്കോ സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹു നമ്മുടെ സ്വലാത്ത് സ്വീകരിക്കട്ടെ. ഇന്ന് സദസ്സ് പിരിയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഈ നിർദ്ദേശത്തിലെങ്കിലും ഒരു 50 സ്വലാത്ത് നമ്മുടെ കൂടെ ഉണ്ടാവണം.
നമ്മുടെ കൂട്ടിനുണ്ടാവണം. അത് മരിക്കുമ്പോൾ നമ്മുടെ മുഖം പ്രകാശിക്കാനാണെന്ന് നിയ്യത്ത് ചെയ്തു. അള്ളാഹു തൗഫീഖ് തരട്ടെ. മുഖം കാണാൻ വരുന്നവർ സുബ്ഹാനല്ലാഹ്, ഇതെന്തൊരു മുഖമാണ് റബ്ബേ, അതിനല്ലേ അവൻ ഓടി നടന്നത്, അതിനല്ലേ കഷ്ടപ്പെട്ടത്, അതിനല്ലേ ആരംഭ റസൂലിനെ കുറിച്ച് പറഞ്ഞിരുന്ന അത്ഭുതത്തോടെ ചോദിക്കുക. വരിക, എന്റെ കൂടെ വരിക. മക്കയിൽ നിന്ന് മദീനയിലേക്ക് നമ്മൾ എത്തുകയാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തളർന്നു പോയപ്പോ അതാ നടന്നു പോകുന്ന വഴിയിലൂടെ കുറെ ആട്ടിൻകൂട്ടങ്ങളെ കാണുകയാണ്. കുഞ്ഞു ആട്ടിൻകൂട്ടങ്ങളാണ്, വലിയ തള്ളയാടുകളൊന്നുമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അബൂബക്കറെ ഒന്ന് ചോദിക്കുമോ, ഇതാരുടെ ആടാണെന്ന് അന്വേഷിക്കുമോ? ഏതെങ്കിലും ഒരാടിൽ നിന്ന് കുറച്ച് പാല് കിട്ടിയിരുന്നെങ്കിൽ അല്ലാഹ് അത് കുടിച്ചുകൊണ്ട് മദീനത്തേക്ക് പോകാമായിരുന്നു റബ്ബേ. മദീന എങ്ങനെയാണ്? ആദ്യം എല്ലാവരെയും വിഷമിപ്പിക്കും, ആദ്യം എല്ലാവരെയും പ്രയാസപ്പെടുത്തും, എന്നിട്ടവർക്ക് മദീന വാരിക്കോരി കൊടുക്കും. എന്റെ കൊണ്ടൂർക്കരയിലെ എന്റെ പ്രിയപ്പെട്ട നൂറുൽ ഹിദായയുടെയും എന്റെ പ്രിയപ്പെട്ട ദാറുൽ ഹുദയുടെയും സംഘാടക സമിതിയിലെ പ്രിയപ്പെട്ടവരെ, മദീനയാണ് പറയുന്നത് കൊണ്ട് ആദ്യം നിങ്ങളെ ഒന്ന് പേടിപ്പിച്ചതാ, ആദ്യം നിങ്ങളെ ഒന്ന് സങ്കടപ്പെടുത്തിയതാ. മദീനയല്ലെങ്കിലും അങ്ങനെയാണ്, മദീനയല്ലെങ്കിലും അങ്ങനെയാണ്. ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ആരോഗ്യത്തോടെ മദീനത്തൊന്ന് പോയി നിൽക്കാൻ? നൗഷാദ് ബാക്കയുടെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം മദീനത്ത് പോയിട്ടുണ്ടെങ്കിലും എന്റെ സുബ്ഹാനല്ലാഹ്, പനിച്ചു പിരിച്ച് റൂമിന്റെ അകത്ത് കിടക്കാത്ത ഒരു മദീന യാത്ര പോലും എനിക്ക് പറയാനുണ്ടാവില്ല. ശരീരത്തിന് അസുഖം വരാതെ മദീനത്തിൽ നിന്ന് വരാൻ പറ്റൂല. തളർത്തിക്കളയുന്ന മദീന. ആദ്യം അങ്ങനെയാണ്. കൊണ്ടൂർക്കരയിലെ ചെറുപ്പക്കാരാ, നിങ്ങൾ എത്ര ആവേശത്തോടെ ഓടിച്ചാടി നടന്നാൽ ഇന്ന് വൈകുന്നേരം നിങ്ങളുടെ മനസ്സൊന്ന് പിടഞ്ഞില്ലേ? അല്ലാഹുവേ, അത് മദീന നിങ്ങളെ സ്വീകരിച്ചതിന്റെ അടയാളമാണ്. പടച്ചവരേ, ഈ പ്രിയപ്പെട്ടവർക്ക് മദീനയുടെ പൊരുത്തം കൊടുക്കണേ അല്ലാഹ്. ആരംഭ റസൂൽ പറയുകയാണ്, അബൂബക്കറെ ഒന്ന് പോയി ചോദിക്കുമോ, ഈ ആടുകൾ ആർക്കുള്ളതാണെന്ന് പോയി ചോദിക്കുമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, ഉമ്മു മഅബദ് എന്ന് പറയുന്ന ഒരു പെണ്ണിനുള്ളതാണ്. ഉമ്മു മഅബദ് എന്ന് പറയുന്ന പെണ്ണിനുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമ്മു മഅബദ് എന്ന് പറയുന്ന പെണ്ണിന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് പറയുകയാണ്, ഒരു ആട്ടിൽ നിന്ന് കുറച്ച് പാല് ഞങ്ങൾക്ക് തരുമോ? ഞങ്ങൾക്ക് കുടിക്കാനാണ്, ദാഹിക്കുകയാണ്, വിശക്കുകയാണ്, തളർന്നു പോവുകയാണെന്ന് പറയുമ്പോ ഉമ്മു മഅബദ് പറയുന്നു, എന്റെ ആട്ടിൻകൂട്ടങ്ങളിൽ ഒന്നിനെ പോലും കറക്കുന്നതല്ല, ഒരു ആടിനെ പോലും കറവയുള്ളതല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് നബി തങ്ങളോട് വന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സുബ്ഹാനല്ലാഹ്, അബൂബക്കറെ ഒരാടിനെ തരാൻ പറയുമോ? ഒരാടിനെ തരാൻ പറയുമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയിട്ട് ആടിനെ കൊണ്ടുവരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ കരക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ കരക്കുകയാണ്. പ്രസവിച്ചിട്ടില്ലാത്ത ഒരു ആട്ടിൻകുട്ടിയുടെ ആ മുലക്കാമ്പിലേക്ക് മുത്ത് ഹബീബിന്റെ മോദിസത്തിന്റെ മനോഹരമായ കരമങ്ങോട്ട് പതിയുമ്പോഴാ ഒരുപക്ഷേ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ഭാഗ്യവതിയായ ആട് എന്റെ ഉമ്മത്തെ മുത്തുനബി തങ്ങളുടെ വിശപ്പടക്കിയ ഉമ്മു മഅബദിന്റെ ബാക്കിയുള്ള പാല് കൊണ്ട് ഉമ്മു മഅബദിന്റെ വീട്ടിൽ കൊടുക്കുമ്പോ ഉമ്മു മഅബദ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, നിങ്ങൾ ആരാണ്? മറുപടി കൊടുക്കാറ് മദീനയിലേക്ക് യാത്ര പോകുമ്പോ ഉമ്മു മഅബദിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അബൂ മഅബദ് വരികയാണ്. പെണ്ണ് നടന്ന സംഭവം പറഞ്ഞപ്പോ അബൂ മഅബദ് പറയുന്നു, ഉറപ്പാണ്, 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 അത് മക്കത്തിൽ നിന്ന് മദീനത്തേക്ക് പോയ അവസാന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. ഒരു സംശയവും ആ കാര്യത്തിലില്ല. അത് മുത്തുനബി തന്നെയാണ്, പ്രവാചകൻ തന്നെയാണെന്ന് അബൂ മഅബദ് സമ്മതിക്കുകയാണ്.